ഇവർ വന്ന് അഭിനയിച്ച് കഴിയുമ്പോഴാണ് ഈ മീറ്ററും കൂടെ പോണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എഴുതണ പരിപാടി ചിലപ്പോൾ സുരേഷ് ചേട്ടനോ വിനയ്ക്കോ അത് ഡെലിവറി ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കല്ലടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതപ്പോൾ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. അപ്പം അതുകൊണ്ട് അപ്പോൾ ഇമ്പ്രൂവൈസ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. പിന്നെ ആ ക്യാരക്ടറിന്റെ പ്രോസസ്സ് ഉണ്ടാവും. നമ്മൾ ഷൂട്ട് ചെയ്ത് ഇപ്പം നമ്മൾ ഈ ഡയറക്ടറും ആക്ടറും ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവും. അപ്പം പല കാര്യങ്ങളും ഉരുത്തിരിഞ്ഞ് വരുന്നത് പോലെ അൽത്താഫ് അതിനെ മോൾഡ് ചെയ്യുകയും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ ക്യാരക്ടറിനൊക്കെ ഭയങ്കര ടുവേർഡ്സ് ഉണ്ട്. അതിൻ്റെ ഒരു ഈ സിനിമയിലേക്ക് എത്തിക്കഴിയുമ്പോൾ അത് ഭയങ്കര ഡിഫൈൻഡായി. കഥാപാത്രത്തിനെ ഫസ്റ്റ് കാണിക്കുന്ന ഫസ്റ്റ് ഷോട്ടിൽ ഈ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. പിന്നെ ഇയാൾക്ക് കൂടുതൽ എക്സ്പ്ലനേഷനും വേണ്ട, ആളുകൾക്ക് മനസ്സിലാവും ഓക്കെ ആളിതാണ്. അതേപോലെ തന്നെ ഒരു ഭയങ്കര പൂർണ്ണതയിൽ കൊണ്ടുപോയിട്ട് ഈ ക്യാരക്ടറിനെ അവസാനിപ്പിക്കുകയും ചെയ്യും ഓരോ കഥാപാത്രത്തിന് അല്ലേ. അൽത്താഫ്, ഈ ഓരോ കഥാപാത്രങ്ങളെ നമ്മൾ തീരുമ്പോൾ കല്യാണിയിലേക്ക് എത്താൻ ഒരു കാരണം, എല്ലാവർക്കും എത്താൻ ഒരു കാരണമുണ്ട്. കല്യാണി മലയാള സിനിമകൾ കുറച്ചാണ് ചെയ്യുന്നതും അന്യഭാഷാ സിനിമകളിലുമാണ് കല്യാണി. ആ കല്യാണിയിലേക്ക് തന്നെ നമ്മുടെ നായികയായിട്ട് കല്യാണി തന്നെ വേണമെന്ന് ചിന്തിക്കാനുള്ള ഒരു എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ നായികയായി വരുന്നുവെന്ന് അത്തരമൊരു കാരണത്തിൽ കല്യാണിയിലേക്ക് എത്തിയത് എങ്ങനെയായിരിക്കും? നമ്മളൊരു അർബൻ സെറ്റിംഗ് ഈ കഥ പറയുന്നൊരു സിനിമയാണ്. അപ്പോൾ അതിൽ ഇങ്ങനത്തെ ഒരു കഥാപാത്രത്തിന് കല്യാണി ആപ്റ്റായിരിക്കും എന്ന് തോന്നി. പിന്നെ കല്യാണി ആകുമ്പോൾ ക്യൂട്ട്നെസ് വാരി വിതിർക്കൊള്ളും. അതിന് ഒരു വിഷയം. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്തിനാ ബിരിയാണി? ഞാൻ ചോദിച്ചോണ്ടല്ലോ എന്റെ വിനി അവിടെ ഉണ്ടായിരിക്കും. സാർക്കാസ്റ്റിക് ആയിട്ടാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഒരു കൊറിയൻ ആ ഒരു ഇത് ബേസിക്കലി അതാണ്. പിന്നെ പെർഫോമൻസ് മീൻസ് നമുക്ക് ഈ മലയാളത്തിൻ്റെ ഒരു ഇത് മാത്രമാണ് കല്യാണിയുടെ. അത് കല്യാണി ഇവിടെ ജനിച്ച് വളരാത്തതിൻ്റെ പ്രശ്നമാണ്. ഭാഷയോടുള്ളൊരു ഏലിയൻ സ്വഭാവമുണ്ട്. അപ്പോൾ അത് പക്ഷേ അത് നമുക്ക് നമ്മുടെ കഥാപാത്രം അങ്ങനെ ഹാഫ് മലയാളി അങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട് അത് നമുക്ക് പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ അത് കറക്റ്റ് ആപ്റ്റായിരുന്നു കല്യാണി ഒരാളുടെ കാസ്റ്റിംഗ്. അതുകൊണ്ടാണ് കല്യാണിയിലേക്ക് എത്തിയത്. സുരേഷിന്റെ എക്സ്പീരിയൻസ് എത്രയെത്ര സിനിമകളിൽ അഭിനയിച്ചു വന്നു. അന്നത്തെ തലമുറ കൊണ്ട് ഇന്നത്തെ തലമുറ അഭിനയിക്കുമ്പോൾ നമുക്കൊക്കെ അസൂയ തോന്നുന്നുണ്ടെങ്കിൽ സന്തോഷമാണ് തോന്നുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ കൂടെ പറയുള്ളൂ. പക്ഷേ ഇപ്പോഴും നിങ്ങൾ ഒരേ സിനിമകൾ കാണുമ്പോൾ നിങ്ങൾ പല സിനിമകളിലും വ്യത്യസ്തമായ സ്റ്റൈല് കൊണ്ടുവരുന്നു, സ്റ്റൈലിലും മാറ്റം വരുത്തുന്നു. ഒരേ സിനിമകൾക്ക് മാറ്റമുണ്ട്. ഇതിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞില്ല വളരെ പ്രഷർ ഏറ്റെടുക്കുന്ന ഒരു കഥാപാത്രമാണെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേ സുരേഷ് ഏട്ടൻ ഇതിൻ്റെ ഒരു തയ്യാറെടുപ്പ് ഉണ്ടാവുമല്ലോ, ഇവരോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത്. ആ ഒരു തയ്യാറെടുപ്പ് എങ്ങനെയായിരുന്നു? തയ്യാറെടുപ്പിനെ പറ്റി പറയാതിരിക്കുന്നത് നല്ലത്. തയ്യാറെടുപ്പ് ഉണ്ടായിട്ടില്ല അല്ലേ? തയ്യാറെടുപ്പൊന്നുമല്ല, വന്നു നിൽക്കുന്നതാണോ? ബേസിക്കലി സ്ക്രിപ്റ്റിലെല്ലാം ഉണ്ട്. ഒരു ഡയറക്ടർ നമ്മുടെ എന്താ പറയുക ആർട്ടിസ്റ്റിനെ ഏറ്റവും അധികം കംഫർട്ടബിൾ ആക്കുന്ന ഒരു ഡയറക്ടറാണ് എന്താ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു ടെൻഷനോ കാര്യങ്ങളോ സംഭവങ്ങളൊന്നുമില്ലായിരുന്നു. ആരംഭത്തിൽ ഇതിൻ്റെ ഒരു ബേസ് എന്താണെന്നുള്ളത് നമുക്ക് പിടികിട്ടി. അപ്പം തന്നെ നമ്മൾ സാധനം കുറച്ചു മറ്റേ 2 പൈസ കുറയെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അത് ഓൾറെഡി ഉള്ളത് കൊണ്ട് പിന്നെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മൾ ആ സ്ക്രിപ്റ്റ് വായിക്കുന്നതല്ല. പിന്നെ എന്തും അങ്ങോട്ട് ഇംപ്രവൈസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡമും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു ഡയറക്ടറും കൂടിയാണ്. കാരണം അൽത്താഫ് ബേസിക്കലി ഒരു ആക്ടറും കൂടിയാണല്ലോ. സോ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് ഒരുപാടുണ്ട്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇംപ്രവൈസ് ചെയ്യാൻ ഓക്കെയാണ്, അല്ലെങ്കിൽ ആ സ്പോട്ടിൽ വെച്ച് തന്നെ പലപ്പോഴും അൽത്താഫ് പല സീനുകളും മാറ്റി ഇത് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ഈ ടീമായിട്ടൊക്കെ ഭയങ്കര ഒരു സിങ്കായി എന്ന് പറയുന്നു. ഈ നമുക്ക് കല്യാണിയൊക്കെ കല്യാണിയുടെ കൂടെ ഒക്കെ ആദ്യമായിട്ടായിരിക്കുന്നു അല്ലേ? നമ്മൾ മരക്കാറിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അങ്ങനെ കോമ്പിനേഷൻ സീൻസ് ഒന്നും ഇല്ലായിരുന്നു. ഒരു സോങ്ങിലേറ്റ് ഞങ്ങൾ അതെല്ലോ. പക്ഷേ പ്രിയ സാറിന് നമുക്കറിയാം, പ്രിയ സാറിൻ്റെ മകൾ എന്ന നിലയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കല്യാണിയുടെ അഭിനയത്താണ്. ഒരു നമ്മൾ അങ്ങനെയല്ല, അഭിനയത്തിലാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. കല്യാണിയുമായിട്ട് ഈ സിനിമയിൽ കോമ്പിനേഷൻ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ മോളാണ് അല്ല ആ കോമ്പിനേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ രസകരമായ ഒരു മുഹൂർത്തം ഉണ്ടല്ലോ, ഷൂട്ടിംഗ് സമയത്ത് മുഹൂർത്തം ഓർത്തെടുക്കാൻ പറ്റും. ഷൂട്ടിംഗ് മൊത്തം രസകരമായിരുന്നു. പ്രത്യേകിച്ചായിരുന്നു ഓരോന്ന് എടുത്ത് പറയാൻ പറ്റില്ല. മൊത്തം ഷൂട്ടും ഭയങ്കര ഫണ്ണായിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ള ഓരോ ആ സീനും കൂടിയാണ്. അത് നമ്മൾ പറയാൻ പോയാൽ ആ സീനും പറയേണ്ടി വരും. ഏറ്റവും എൻജോയ്മെന്റ് ഉള്ള ഒരു മുഹൂർത്തമാണെങ്കിൽ ഞാൻ പറയാം. മാർച്ചിൽ ഞാനും സുരേഷ് ഏട്ടനും കൂടെ മാർച്ച് മാസം കുടുംബയിലെത്ത് ഒരു ഓപ്പൺ കാറുണ്ട്, ചുമപ്പ് കളറിൽ. അതില് മറ്റേ നമ്മുടെ കണ്ടെയ്നർ റോഡ് ഉണ്ടല്ലോ, അതില് മറ്റേ വണ്ടി ഓടിക്കുന്നു, തിരികെ വരുന്നു, വീണ്ടും വണ്ടി ഓടിക്കുന്നു. നല്ല വെയില്, നല്ല ചൂടത്ത് ഓപ്പൺ കാർ ചുമപ്പ് കളറിൽ ഞങ്ങൾ രണ്ടുപേരും. ഷർവാണി തൊപ്പി. അതായിരുന്നു ഒട്ടും ചൂടില്ല. അതിന്റെ ഉള്ളില് അതായിരുന്നു ഏറ്റവും വലിയ ഓപ്പൺ അല്ലേ, അപ്പൊ വെയിലും കിട്ടും ഡയറക്റ്റ്. എല്ലാം കൂടി സുഖം. വണ്ടിയാണെങ്കിൽ നമുക്ക് കാണാൻ വണ്ടികൾ ഉണ്ടാവുമെങ്കിലും
ഒരു വണ്ടിക്ക് വേണ്ട ഒന്നും ആ വണ്ടിയിലില്ല, ബ്രേക്കോ അല്ലെങ്കിൽ ഒന്നുമില്ല. വലിയ ഡ്രൈവിംഗ് അറിയില്ല എന്ന് പറഞ്ഞു. സുരേഷ് ചേട്ടന് ശരിക്കും അവിടെ നിന്ന് ഇമോഷൻ വരേണ്ടത് ഇങ്ങനെ പേടിച്ചിരിക്കണം, അത് കറക്റ്റ് അതിനുവേണ്ടി കൊടുത്താലേ ബ്രേക്ക് ഒന്നും ഇല്ലല്ലോ. ഓടിക്കേണ്ടത് മറ്റേ അങ്ങനത്തെ ഇതാ. സ്പീഡിൽ പോകേണ്ടതാണ്. അതും ആ സീൻ പറഞ്ഞാലേ അതിന്റെ ഒരു ഇത് കിട്ടുള്ളൂ. അപ്പൊ ആ സീനിലേക്ക് സീൻ കണ്ടിട്ട് നമ്മള് പറയാതെ അതെ അൽത്താഫിന്റെ ബുദ്ധി അപ്പൊ പേടി കിട്ടാൻ വേണ്ടി ബ്രേക്ക് ഇല്ലാത്ത പേടിച്ചങ്ങ് ഇരുന്നു. അപ്പൊ പേടി കിട്ടും, ഭയങ്കര കേട്ടോ. ഈ ഇന്റർവ്യൂ തുടങ്ങിയപ്പോ എന്നെയാണ് പുള്ളി നോട്ട് ചെയ്തത്, എന്നെ തകർക്കാൻ വേണ്ടിട്ടായിരുന്നു. എന്റെ ഒരു ഭാഗ്യം കൊണ്ട് അൽത്താഫിലേക്ക് വന്നു. അൽത്താഫിന്റെ ഡയലോഗിലേക്ക് അതിനകത്ത് പോയി. എന്തായാലും അതൊക്കെ അങ്ങനെയാണ് സിനിമ കാണുമ്പോൾ ആ പേടി എങ്ങനെ വന്നേക്കണം നമുക്കുള്ളൂ. അപ്പൊ അൽത്താഫിനെ നമ്മളൊന്ന് ഒന്നും കൂടെ കാണേണ്ടതായി വരും ഉറപ്പായിട്ടും. ഉണ്ട് കല്യാണി ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ, ഈ കഥ അൽത്താഫ് പറഞ്ഞു കഴിയുമ്പോൾ, അൽത്താഫിനെ കുറിച്ച് നമുക്കറിയാം അല്ലേ, ഒരു സിനിമ ഡയറക്റ്റ് ചെയ്ത് അത് ഒരു ഓണക്കാലത്ത് ഡയറക്റ്റ് ചെയ്ത് തെളിയിച്ച ഒരു വ്യക്തിയാണ്. അൽത്താഫ് കഥ പറഞ്ഞു കഴിയുമ്പോൾ ഈ കഥാപാത്രത്തിലേക്ക് കൊണ്ട് ഒരു തയ്യാറെടുപ്പ് കാണുമല്ലോ നമുക്ക്, അത് എന്തായിരുന്നു എടുത്തത്? അങ്ങനെ മീൻസ് പ്രിപ്പറേഷൻ അല്ലേ? സോ ബേസിക്കലി ഈ സിനിമയ്ക്ക് അങ്ങനെ പ്രിപ്പറേഷൻ, ഇത് അങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സിനിമയല്ല ബേസിക്കലി. പക്ഷെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, ഒരു സിനിമയ്ക്ക് പെർഫോമൻസ് ആക്ച്വലി എല്ലാ സിനിമയ്ക്കും യൂണിവേഴ്സലല്ല. എല്ലാ സിനിമയ്ക്കും അതിൻ്റെ ഒരു മീറ്റർ ഉണ്ട്. ആൻഡ് ആ മീറ്റർ ഡയറക്ടറുടെ വിഷനും ആ സിനിമയുടെ ജോണറും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഈ സിനിമയ്ക്ക് അച്ഛൻ ആക്ച്വലി പറഞ്ഞത് കുറച്ച് ഓവർ ദ ടോപ്പ് ആയിട്ട് പോകാനാണ്. ആൻഡ് ഇൻഫാക്ട് ഐ റിമെമ്പർ ഐ തോട്ട് ഫോർ മൈസെൽഫ് എ ലോട്ട് ഓഫ് ടൈംസ് ഐ വാസ് ലൈക്ക്, എല്ലാ അച്ഛാ ദേ മൈ ട്രോൾ ആൻഡ് ചെയ്ത് ഓവർ ആക്ടിങ് ആണെന്നൊക്കെ. പക്ഷേ അച്ഛൻ പറഞ്ഞു അല്ല, ഈ സിനിമയുടെ മീറ്റർ മനസ്സിലാവാത്തവർക്ക് ചിലപ്പോൾ അത് തോന്നും. പക്ഷെ ഇഫ് യു വോണ്ട് ടു സ്റ്റേ ട്രൂ ടു ദിസ് ജോണർ, ഈ സ്പേസിൽ അത്ര സട്ടിലായിട്ട് പോകുന്നത് വർക്കാവില്ല. അങ്ങനെ പറയുന്നത് എല്ലാ കോമഡിയും സട്ടിലായിട്ട് പോകാൻ പാടില്ല എന്നല്ല. ബേസിക്കലി ഫോർ എക്സാമ്പിൾ ഫാമിലി മാൻ ഈസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഓഫ് ഹൗ മനോജ് ബാജ്പായ് ഡസ് കോമഡി ഇൻ എ വെരി സട്ടിൽ മാനർ. പക്ഷേ ഈ സിനിമ അങ്ങനെയല്ല. സോ ഈ സിനിമയ്ക്ക് കോമഡിയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് യുനോ ബോഡി ലാംഗ്വേജും ഫേഷ്യൽ മസിൽസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് അച്ഛൻ പറഞ്ഞത്. അറിയില്ലേ? ചായ പിടിച്ചോ? അല്ലായിട്ട് കന്തം വിട്ടൊക്കെ ഫാമിലി മാൻ എന്നും പറഞ്ഞു. അയ്യോ, ബേസിക്കലി അതായിരുന്നു, കുറച്ച് ജസ്റ്റ് ലെറ്റ് ലൂസ് എന്നാണ് അച്ഛൻ പറഞ്ഞത്. ഈ കഥകൾ കേട്ട് കഴിയുമ്പോൾ അച്ഛനുമായിട്ട് എല്ലാ സിനിമയുടെ കഥകളും സംസാരിക്കാറുണ്ട്? ഇല്ല, അങ്ങനെയൊന്നും സംസാരിക്കാറില്ല. പക്ഷെ ഇത് എനിക്ക് ഞാൻ കുറച്ച് ഇൻസെക്യൂർ ആയിരുന്നു ഈ ഒരു ടീമിലേക്ക് പോകുന്നത്. സോ ഞാൻ അപ്പോൾ സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇതാണല്ലേ. അവിടെ ഉണ്ട് ഒരു അനുഭവം ഉണ്ടാവുമല്ലോ, നമ്മൾ ഡയലോഗ് പറയുന്ന സമയത്ത് നമുക്ക് മലയാളം അത്ര വർഷമില്ലാത്തതുകൊണ്ട് അവിടെ പറഞ്ഞ ഡയലോഗ്, അങ്ങനെ ഒരു രസകരമായ മുഹൂർത്തം ഉണ്ടായിട്ടുണ്ടോ? കല്യാണിയുടെ ഒരു ഡയലോഗ് പറയുമ്പോൾ ഇവരുടെ ഒരു റിയാക്ഷൻ, ഇവരുടെ ഒരു ഇടപെടൽ അങ്ങനെ ഉണ്ടായിരുന്നു? വെരി, നിങ്ങൾ പോലെ അവര് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. സോ അങ്ങനെ മൂമെന്റ്സ് ഒന്നും ഇല്ലായിരുന്നു. ആൻഡ് അൽത്താഫ്ക്കും അത് മൈൻഡിൽ വെച്ചിട്ടാണ് വേറെ എല്ലാവരുടെയും മറ്റെല്ലാവരുടെയും ഡയലോഗ്സ് ഒക്കെ ഇംപ്രൂവൈസ് ചെയ്ത് മാറ്റും. പക്ഷെ എൻ്റെ ഡയലോഗ്സ് മാത്രം തന്നത് അങ്ങനെ തന്നെ പോവാൻ ഒന്ന് ശ്രമിക്കും. സോ ആകെ ക്ലൈമാക്സ് മാത്രമാണ് അത് ഓർമ്മപ്പെടുത്തലെന്നാണ് പറഞ്ഞത്. എൻ്റെ അടുത്ത് പറഞ്ഞ് ക്ലൈമാക്സ് അപ്പൊ ചേഞ്ച് ചെയ്തു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് കുറച്ച് സമയം വേണം. ഞാൻ പറഞ്ഞ എത്ര സമയം വേണ്ട എടുത്തു. പക്ഷെ ഇതാണ് ലൈൻസ് എന്ന് പറഞ്ഞു. അതാണ് നമുക്ക് മറ്റു ചില പടങ്ങൾ നമുക്ക് സ്ക്രിപ്റ്റ് നമ്മൾ വീട്ടിൽ വായിച്ചിട്ട് അതിനെ ഒന്ന് മനപ്പാടമാക്കിയിട്ടൊക്കെ പോകാനൊക്കെ പറ്റും. പക്ഷേ ഈ ഇത്തരം ഹ്യൂമർ സബ്ജക്റ്റുകൾ നമ്മൾ ചിലപ്പോൾ ആ സ്പോട്ടിൽ നിന്നിട്ടുള്ള ഒരു ഇംപ്രവൈസേഷൻ ആയിരിക്കും കൂടുതൽ ഗുണകരമാവുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങളുടെ സീനിലൊക്കെ തന്നെ ലാൽ സാർ ഉണ്ട്, നമ്മുടെ സിദ്ദിഖ് ലാലേട്ടനുണ്ട് അതിനകത്ത്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ചില സാധനങ്ങൾ അദ്ദേഹം ഇടും. അദ്ദേഹം ഇടുമ്പോഴത്തേക്കും കൗണ്ടർ പറയാൻ നമുക്കൊരു സാധനം പെട്ടെന്ന് ആ സമയത്ത് കിട്ടുന്നു. അങ്ങനെയൊക്കെയുള്ള ഇംപ്രവൈസേഷനാണ് പല സീനുകളും ഇതിനകത്ത് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് രാത്രി ഇരുന്ന് ആലോചിച്ച് നാളെ എന്ത് ചെയ്യും അങ്ങനെയൊന്നുമില്ല, ബ്ലാങ്ക് ആയിട്ട് പോവുക. ബാക്കി അൽത്താഫ് നോക്കിക്കോളും എന്നുള്ളൊരു അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനെ ഒരുപാട് ആലോചിച്ച് ഹോംവർക്ക് ചെയ്ത് ആ പരിപാടികളൊന്നുമില്ല. കല്യാണി ഇവരോടൊപ്പം ആദ്യമായിട്ടാണല്ലോ അഭിനയിക്കുന്നത്. അപ്പൊ അതിൻ്റെ ഒപ്പം ഇവരോടൊക്കെ ആദ്യം ഒരുമിച്ച് കൂടുന്ന ഈ സിനിമയിലാണ്. വിനയ് ഫോർട്ടിയുള്ള ഒരു പോസിറ്റീവ് വശം എന്താണ്?
ഞങ്ങൾ ഒരുമിച്ച് അധികം സീൻ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് തന്നെ ആക്ച്വലി പോസിറ്റീവ്. അല്ല ഞങ്ങൾ കോമ്പിനേഷൻ അത് തന്നെ ഉണ്ടായിട്ടില്ല. പോസിറ്റീവ്. ഓ, അല്ല എനിക്ക് ഉത്തരം അത് തന്നെ പോസിറ്റീവ്. ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ലേ? ഉണ്ടായിട്ടില്ല. അതിന് വേണ്ടിയിട്ടാ ചോദ്യം ചോദിച്ചത്. അല്ല പിന്നെയല്ലേ പറഞ്ഞത് എന്ത് ഒരുമിച്ച് ഉണ്ടായില്ല എന്നല്ലേ? അല്ല, ഒരുമിച്ച് ഉണ്ടാകാത്ത ഒരാളെ കുറിച്ച് നമ്മൾ എന്ത് പറയാനാ? കല്യാണി പറയട്ടെ. അല്ല ആക്ച്വലി അല്ല, നമുക്ക് കോമ്പിനേഷൻ സീൻസ് ഇല്ല. ഇല്ലായിരുന്നു. ഇല്ല. ഡയറക്ടറിന് അൽത്താഫിലുള്ള ഒരു പോസിറ്റീവ് എന്താണ്? അൽത്താഫ് ആക്ച്വലി വളരെ സൈലന്റ് ആണ്, പക്ഷെ ഒരു ഓപ്പൺ ബുക്കുമാണ്. അധികമൊന്നും നമ്മളോട് പറയില്ല, പക്ഷെ ഈ സിനിമയെ പറ്റി മൈൻഡിലൊരു ക്ലിയർ പിക്ചർ ഉണ്ട്. സോ ഹിസ് പ്രോസസ് ഇസ് വെരി നൈസ്. ബേസിക്കലി ഞങ്ങൾ പെർഫോം ചെയ്തത് അങ്ങനെ മാറി നിന്ന് അൽത്താഫ് എൻജോയ് ചെയ്യും. ആൻഡ് ബേസിക്കലി അൽത്താഫിക്ക് വേണ്ടത് മാത്രമേ അൽത്താഫ് യൂസ് ചെയ്യുള്ളൂ. സോ എഡിറ്റിൽ അങ്ങനെ ഒരു ഷേപ്പ് അങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കും. സോ അതാണ് അൽത്താഫിയുടെ പ്രോസസ്. സോ സെറ്റ് ഭയങ്കര റിലാക്സ്ഡ് ആണ്, അൽത്താഫിക്കും ഭയങ്കര റിലാക്സ്ഡ് ആണ്. സോ ഇറ്റ്സ് നൈസ്. സുരേഷിന്റെ സിനിമകളൊക്കെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ടല്ലേ? ഒത്തിരി സിനിമകൾ കണ്ടിട്ടുണ്ടാവും. കല്യാണിക്ക് ഈ സുരേഷ് എന്ന ആക്ടറിന്റെ കൂടെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത്. പോയി നിൽക്കുമ്പോൾ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു സുരേഷിന്റെ മുമ്പിലേക്കുമ്പോൾ? ആക്ച്വലി അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നോർമൽ കംഫർട്ടബിൾ ആയിരുന്നു. അത് അങ്ങനെയല്ലേ? അങ്ങനെയാണല്ലോ, താങ്കൾ അങ്ങനെ തന്നെയാണല്ലോ, സുരേഷൻ അങ്ങനെ തന്നെയാണല്ലോ, ആളെ കൂളാക്കുന്ന ഒരാളാണല്ലോ. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ മാക്സിമം ഈവൻ ഡയലോഗ്സ് പറയുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുത്തും അതിന് മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നില്ലേ? നമ്മുടെ പ്രേം സാറിൻ്റെ മോളല്ലേ? അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അനുരാജിനെ കുറിച്ച് ആക്ച്വലി വി ഡിഡ് ഹാവ് എ കപ്പിൾ ഓഫ് കോമ്പിനേഷൻ സീൻസ്. അനുരാജിന് ചില ആൾക്കാർക്ക് ദൈവം ഒരു നാച്ചുറൽ സെൻസ് ഓഫ് ഹ്യൂമറും ടാലൻറ്റും എടുക്കും. ആൻഡ് അനുരാജ് അങ്ങനെ ബ്ലെസ്ഡ് ആണ്. ആൻഡ് യൂഷ്വലി ഞാൻ ഇങ്ങനെ നാച്ചുറലി ടാലൻറ്റഡ് ആൾക്കാരൊക്കെ കാണുമ്പോൾ ഞാൻ നല്ലോണം ജലസ് ആവാറുണ്ട്. പക്ഷെ ആക്ച്വലി അനുരാജ് ഒരു പാവമാണ്. സോ അറ്റ്ലീസ്റ്റ് എൻ്റെ അറിവില് അനുരാജ് ഒരു പാവമാണ്. സോ അനുരാജ് പോസിറ്റിവിറ്റിയുടെ ടവറാണ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച്. അതല്ലേ? എന്തെങ്കിലും ലോ ആയിട്ടിരിക്കുന്ന ടൈമില്, അല്ലെങ്കിൽ ഇങ്ങനെ അപ്പൊ എന്തെങ്കിലും ലോ ആയിട്ടിരിക്കുന്ന ടൈമിൽ അനുരാജനെ വിളിച്ച് ഫോണിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുരാജായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ അനുരാജ് നമുക്ക് നമ്മൾ ഭയങ്കര സെൽഫ് വർത്ത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. കാര്യം നമ്മൾ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ചിലപ്പോൾ നമുക്കിങ്ങനെ നമ്മൾ ചിലപ്പോൾ ഡൗൺ ആവേണ്ട സീനൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അനുരാജിനോട് സംസാരിച്ച് കഴിയുമ്പോൾ അനുരാജ് നമുക്ക് അങ്ങനത്തെ ഒരു ഫീല് വരും. ഇപ്പോൾ നമ്മുടെ സിനിമയെ കുറിച്ചാണെങ്കിലും ജനറൽ സെനാരിയോ ആണെങ്കിലൊക്കെ ചേട്ടാ അത് നല്ലായിരുന്നു, ഇത് നല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ഫോൺ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആവും. അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു കഴിവുള്ള അങ്ങനത്തെ ഒരു കഴിവ് കൂടി ദൈവം കൊടുത്തിട്ടുണ്ട്. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.